നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലേന്ദ്രനുമായിട്ടൊരു കോംപ്രമൈസിന് തയ്യാറാവാന്ന് രാജീവിന് ശിവശങ്കരനും ഒക്കെ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രാവുണ്ണിമേനോന്റെ മകനൊക്കെയാണ് മുൻകൈ എടുക്കുന്നത്, സുഭാഷൊക്കെ. അങ്ങനെ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അയാളെ വിളിച്ചിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാം. അയാളുടെ ഡിമാൻഡ് എന്തായതെന്നൊക്കെ നമുക്കറിയണമല്ലോ. നമുക്ക് വൈജയെ കുരുക്കിൽ നിന്ന് രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ബാലേന്ദ്രനെ ഒന്ന് വിളിക്കാം. അങ്ങനെ ബാലേന്ദ്രനെ വിളിക്കുവാണ് ശിവശങ്കരൻ. ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ ശിവേട്ട, എന്താ കാര്യം എന്ന് ചോദിക്കുക. ബാലേന്ദ്ര, എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറയണം. അല്ല, ശിവേട്ടനുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചാണല്ലോ, ഇനിയിപ്പോൾ എന്ത് സംസാരിക്കാനാ? അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, അതല്ല, നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തണം. ഇനിയിപ്പം ബാലേന്ദ്രൻ ഡിമാൻഡ് എന്താണെന്ന് അറിയണം. എന്ത് ഡിമാൻഡ്? എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ ജീവിതം വെച്ചാൽ ബാലേന്ദ്രൻ കളിച്ചുകൊണ്ടിരിക്കണേ, അറിയാലോ. ശരിക്കും ബാലേന്ദ്രൻ അവളോട് ചതിയല്ലേ ചെയ്തത്? എന്ത് ചതി? നിങ്ങളുടെ പെങ്ങളോട് ഞാൻ ചതി ചെയ്തെന്നോ? ഇതാ ഇപ്പം നന്നായത്. അതെ ശിവേട്ട, നിങ്ങളുടെ പെങ്ങളെ ഞാൻ ചതിക്കുകയല്ലേ ചെയ്തേ. ശരിക്കും അവരെന്നെ ചതിക്കുകയോ ചെയ്തേ. ആരാ ചതിച്ചേന്നോ ഒന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പോഴറിയാൻ പറ്റൂന്ന് പറയണം. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, കൂടുതലൊന്നും പറയുന്നില്ല. നാളെ എനിക്ക് ബാലേന്ദ്രനെ കാണണം, ബാലേന്ദ്രനായിട്ടൊന്ന് സംസാരിക്കണം. ചില കാര്യങ്ങളിൽ ചില ഉറപ്പുകൾ വരുത്താനുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാലേന്ദ്രന് പറയാനുള്ളതെല്ലാം ഞങ്ങൾക്ക് കേൾക്കണം. എന്താ മനസ്സിലുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയുക തന്നെ വേണമെന്ന് പറയണം. ഒടുവിൽ ബാലേന്ദ്രൻ പറഞ്ഞു, ശരി, സമ്മതിക്കാമെന്ന് പറയണം. അങ്ങനെ ഒടുവിൽ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് മനസ്സിലായി, അവർ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിക്കുന്നത്. അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. താനും അവളും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചിലപ്പോൾ അവർക്ക് അറിയണമായിരിക്കും. ഇനിയിപ്പം അനുനയിപ്പിച്ച് കാര്യം നടത്താനുള്ള വഴിയാ. വരട്ടെ, കാണിച്ചു കൊടുക്കുക എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കമലിച്ചു. എന്തു പറഞ്ഞു? ബാലേന്ദ്രൻ സമ്മതിച്ചോ? ഇപ്പൊ തൽക്കാലത്തേക്ക് സമ്മതിച്ചിട്ടുണ്ട്. അയാൾ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാളുടെ വീട്ടിൽ പോയി കിടന്ന് സംസാരിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അയാളുടെ വീട്ടിൽ കയറി നമ്മൾ അതിക്രമം കാണിച്ചെന്ന്. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ നമ്മൾ വിളിക്കുന്നിടത്തേക്ക് വരുവാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ലല്ലോ. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നല്ല മാന്യമായിട്ട് തന്നെ അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്യാം. ശരി, ഇതൊക്കെ നടന്നാൽ മതി നാളെ എന്ന് പറയണം. പിന്നീട് കമല വൈജയെ വിളിച്ചിട്ട് പറഞ്ഞു, വൈജയ്, നീ പേടിക്കൊന്നും വേണ്ട. എന്താ കമലാടുത്തി? ബാലേന്ദ്രൻ നാളെ വിളിപ്പിച്ചിട്ടുണ്ട്. ശിവേണ്ണക്ക് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിട്ടോ തിരികെ ദുബായിക്ക് പോകുന്നുള്ളൂ. നീ ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. വല്ല കാര്യം നടക്കുക. എൻ്റെ വൈജ, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. എടപിടിയെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ബാലേന്ദ്രൻ അവളെ പൊത്തിപ്പൊതിഞ്ഞ് വെച്ചോണ്ടിരിക്കുമല്ലേ. അവളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നീ പറയുന്ന പോലെ അവിടെ ഓടിച്ചു വിടാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. അതുകൊണ്ടാ ശിവേണ്ണ രാജീവനൊക്കെ ആണെങ്കിലും ഇങ്ങോട്ടേക്ക് തിരികെ പോന്നേ. അത് മാത്രമല്ല, അവർ വല്ല രാജ്യത്തുനിന്ന് ഇവിടെ വന്നിട്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കണമെങ്കിൽ നിന്നോട് അവർക്ക് എത്ര സ്നേഹം ഉണ്ടായിട്ടാ. അതെന്താ വൈജ നീ മനസ്സിലാക്കാത്തെ? നീ നിന്റെ ഭാവം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവിടെ വൈജ പറഞ്ഞു, അവളുടെ കാര്യത്തിൽ എങ്ങനെയൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി. എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ശരി, നാളെങ്കിൽ നാളെ എന്ത് വെള്ളം ആട്ടെ, എനിക്ക് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊള്ളണം, അത്ര മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശിവശങ്കരൻ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് എല്ലുവേണം. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? എല്ലാവരും കൂടെ കൊടയും പിടിച്ച് കടപ്പാട്ട് വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങൾ വല്ലതും നടന്നോ? അവളെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ ചെന്നാണല്ലോ. എന്നിട്ട് അതൊന്നും നടന്നില്ലമ്മേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ശിവ, വെറുതെ അതിന് മെനക്കെട്ട് പോകണ്ടെന്ന്. ബാലേന്ദ്രനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാലോ. ബാലേന്ദ്രൻ ഈ സ്വഭാവമൊന്നും ആയിരുന്നില്ല. അവനിപ്പോൾ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. അത് കേട്ടതും ശിവശങ്കരൻ ചോദിച്ചു, അല്ല അമ്മ എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് നല്ല സംശയമുണ്ട് വൈജയുടെ പഴയ കാല കഥകളൊക്കെ അവനെ അറിഞ്ഞിട്ടുണ്ടോന്ന്. എന്താമ്മേ അങ്ങനെ പറയാൻ കാരണം? അല്ല, ചിലപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ബാലേന്ദ്രനെ പെരുമാറുന്നതെന്ന് പോലും സംശയമുണ്ട്. എന്തോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ശിവ കാര്യങ്ങൾ. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിയാൽ മതി. പിന്നെ ആ പെങ്കൊച്ചിനെ പിടിച്ചിറക്കി വിടുകയെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. ബാലേന്ദ്രൻ കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, നീയൊക്കെ അകത്ത് കിടക്കുമെന്ന് പറയണം. പിന്നെ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ട്? എടാ, ആ പെങ്കൊച്ചിനെ ബലമായിട്ട് പോയി പിടിച്ചിറക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞേ. എൻ്റെ അമ്മേ,
അതിന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല ബലമായിട്ട് പിടിച്ചെടുക്കാനായിട്ട്. അതൊന്നും ഓർത്തിട്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്കിതൊക്കെ പറയാം, പക്ഷേ എൻ്റെ മനസ്സിലതൊന്നും അല്ലാന്ന് പറയണം. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, എന്തോ ഒരു കാര്യമുണ്ട്. ആ പെങ്കൊച്ചും ബാലേന്ദ്രനും തമ്മിൽ എന്തോ ഒരു അടുപ്പമുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അതെന്താണെന്ന് മാത്രം മനസ്സിലാകത്തെ. ബാലേന്ദ്രൻ അവളെ വിടാതെ ഇങ്ങനെ പിടിക്കണമെങ്കിൽ അതിനുള്ളിൽ എന്തോ ഒരു അർത്ഥമുണ്ട്. വെറുതെ ഒരു ജോലിക്കാരിയെ അങ്ങനെ അവിടുത്തെ വീട്ടുകാരിയായിട്ട് വാഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും മക്കളെ പോലെയുള്ള കരുതിയല്ലേ അവളിപ്പോൾ സ്നേഹിക്കുന്നേ. എടാ ശിവ, ആ കൊച്ചുണ്ടല്ലോ അതൊരു പാവ. എല്ലാവരെയും എത്ര കാര്യത്തോടെ നോക്കണമെന്നറിയാവോ. ഒരു ദിവസം നീ അവളോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും പറയത്തില്ല അവളെ അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടുവന്ന്. ഗംഗാധരൻ വന്നിട്ട് എന്തായി? അവിടെയുള്ള ഗംഗാധരന് അവളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഗംഗേണ്ണ എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാം. ഞങ്ങൾ പിന്നെ വിളിക്കാനും പോയില്ല, വിളിച്ചിട്ടും കാര്യമില്ലെന്നറിയാം. ഈ പറയുന്ന ഗംഗേട്ടൻ ബാലേന്ദ്രനൊപ്പമല്ലേ നിൽക്കത്തുള്ളൂ. എടാ അതാ പറഞ്ഞത്, എന്തോ കാര്യമായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇനിയിപ്പം നീ അതിനകത്ത് കയറി കൂടുതൽ തലയിട്ട് പ്രശ്നമൊന്നും വഷളാക്കാൻ നിൽക്കണ്ട. അമ്മേ, അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടോ ഞങ്ങളും പോകുന്നുള്ളൂ. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുകയെന്നൊക്കെ പറയുകയാണ്. പിന്നീട് അലീന മുറിയിലാകപ്പെട്ട ടെൻഷനോടെ ഇരിക്കുക. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. താൻ കാരണമാണല്ലോ ഈ കുടുംബത്തിൽ ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. തനിക്ക് ഇവിടുന്ന് പോകാനും പറ്റില്ല. ഒരിക്കലും അച്ഛൻ അതിന് സമ്മതിക്കത്തുമില്ല. ഇനിയിപ്പോൾ എന്തായി തീരുമെന്നും അറിയത്തില്ല. കാരണം അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്ന പരിഹാരത്തിനാന്ന് തോന്നുന്നത്. അവർ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചെല്ലണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് നല്ല ടെൻഷൻ ആ കാര്യം ഓർത്തിട്ട്. ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛനെ വല്ല ഉപദ്രവിക്കുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. അതൊക്കെ ഓർക്കുമ്പോഴാണ് അലീനയ്ക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ. അങ്ങനെ അന്നത്തെ ഒരു രാത്രിയിൽ അലീനയ്ക്ക് കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോൾ വന്നിട്ട് ചോദിച്ചു, ആഹാ അലീന ചേച്ചി ഉറങ്ങിയില്ലായിരുന്നല്ലേ? ഞാൻ ആകെ പേടിച്ച വന്നേ. എന്താ അലീന ചേച്ചി ഉറങ്ങിയോന്ന് ഓർത്തിട്ട്. എനിക്ക് ഉറക്കം വരുന്നില്ല. അതെന്താ അലീന ചേച്ചി ഉറക്കം വരാത്തെ? നാളെ അച്ഛൻ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആക്കാൻ വേണ്ടി പോവല്ലേ, അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അത് ഓർത്തിട്ട് ടെൻഷൻ. അതെ, അലീന ചേച്ചി പേടിക്കൊന്നും വേണ്ട. അലീന ചേച്ചി ഒരു കാരണവശാലും അച്ഛൻ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാന്നേ. അലീന ചേച്ചി പേടിക്കാതിരിക്കുക. പേടിയൊന്നുമില്ല. എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാ സങ്കടം. അച്ഛന് അറ്റാക്കൊക്കെ വന്നിട്ട് ഇരിക്കുന്നതല്ലേ. അപ്പം ഇനിയിപ്പം അവരുടെ മുന്നിൽ ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അച്ഛനാളുടെ ബോൾഡാന്നേ. അലീന ചേച്ചിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അലീന ചേച്ചി ഇവിടെ നേരിടത്തേക്കും പറഞ്ഞു വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ അലീനയെ ചേർത്ത് പിടിക്കണം. അലീനയ്ക്ക് എന്തോ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി അന്ന് രാത്രി കിടന്നപ്പം. എന്നാലും പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ടെൻഷനായി. വൈജ ഭയങ്കര അഹങ്കാരത്തോടു കൂടി രാവിലെ അടുക്കളയിലേക്ക് വന്നു. അലീനയോട് പറഞ്ഞു, ഇന്നത്തോടുകൂടി നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവൂടി. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ബാലേന്ദ്രനെ കയ്യിലെടുത്താൽ പിന്നെ നിനക്ക് അങ്ങോട്ട് വാഴാന്ന് അവിടെ രാജ്ഞിയായിട്ട്. ഈ വൈജ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ലടി. അത് കേട്ടപ്പം അലീന പറഞ്ഞു, ദേ മാഡം, വെറുതെ വെല്ലുവിളിയായിട്ട് വരേണ്ട കാര്യമില്ല. മാഡം തോറ്റു പോകത്തുള്ളൂ. നിന്നെ തോറ്റു പോകാൻ പോലും ഇവിടെ ആരാ തോൽക്കാൻ പോകുന്നു നമുക്കറിയാം. എന്തിനാ വെറുതെ അച്ഛനെ വെല്ലുവിളിച്ച് നടക്കുന്നത്? അവളും അവളുടെ ഒരു അച്ഛനും വന്നിരിക്കുന്നു. എടി ദത്തുപുത്രി, നിനക്ക് അധികം നാൾ ഇവിടെ പൊത്തുപുത്രയായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. ഈ വൈജയന്തിയുടെ മുന്നിലാണ് നിന്റെ നാടകങ്ങളെയൊക്കെ. അതെല്ലാം പൊളിച്ചടിക്കട്ടെ എന്ന് വരത്തുള്ളൂ എന്ന് പറയാണ്. ആ സമയം അലീന പറഞ്ഞു, വെറുതെ നാണം കെട്ട് പോകുന്നുള്ളൂ. ആര് നാണം കിടുമെന്ന് അറിയാടി. നിനക്കൊരു വിചാരമുണ്ട്, ഇത്തിരി തൊലിയൊളിപ്പുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കറക്കിയെടുക്കാന്ന്. അതൊക്കെ വെറും ധാരണ മാത്രമാടി. അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനൊന്നും പറ്റില്ല. ഇതെൻ്റെ മക്കൾക്കുള്ള അറിയാലോ. ഇവിടെ കയറി കളിച്ചാലുണ്ടല്ലോ, കളി നീ അറിയും എന്നൊക്കെ പറഞ്ഞു കുറേ വെല്ലുവിളി നടത്തിയിട്ടാണ് വൈജി അങ്ങോട്ട് പോകുന്നത്. അലീനയ്ക്ക് ടെൻഷനായി. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് ശിവശങ്കരൻ പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ്. അലീനയുടെ ടെൻഷൻ കണ്ടുകഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ മോളെ നിന്റെ മോതെന്താ എന്താ വല്ലാതെ ടെൻഷൻ? അതെച്ചാ ഞാനും കൂടെ വരട്ടെ അച്ഛനോടൊപ്പം. നീയോ? ഇതാ ഇപ്പം നല്ല കഥയായത്. അതെ, എൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന, അല്ലാതെ ഞാൻ കടയിലേക്കല്ല പോകുന്നേ. വേണ്ടച്ചാ, അച്ഛൻ തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും. വേണ്ട മോളെ, നീ വന്നാൽ ശരിയാകത്തില്ല. മുതിർന്നവർ തമ്മിലുള്ള സംസാരമാണ്. ചിലപ്പോൾ വാക്കേറ്റം ഉണ്ടാവും, മോശമായ ഭാഷകളൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വരും. നീ ഉണ്ടെങ്കിൽ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ വല്ലാത്തൊരു പ്രശ്നമാവും. നീ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നീ പേടിക്കണ്ട. ഒന്നുമല്ലേലും ഞാനില്ലേ നിനക്ക്. ഞാൻ പോയവൾ തന്നെ തിരികെ വരും. എനിക്കൊരു ആപത്തും വരും. നിനക്കൊരു പേടി വേണ്ട. എന്നാലും അച്ഛാ വിഷമിക്കേണ്ടെന്നേ, നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ ധൈര്യം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി. അലീന നേരെ മുറിയിൽ ചെന്നു. എന്തിനാണെന്ന് അറിയില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ബ്രിജിത്തോമ്മയുടെ ഫോട്ടോ ഇരിക്കുന്നു. അലീന അതൊക്കെ എടുത്ത് നോക്കുവാണ്. എന്തിനാ മമ്മി അവസാന നിമിഷത്തെ എന്നോട് ഇത് പറഞ്ഞേ? ഇപ്പോൾ ഓർക്കും ഒന്നും അറിയേണ്ടിയിരുന്നില്ല എന്ന്. പാവം അച്ഛൻ്റെ മനസ്സിന് നല്ല വിഷമമുണ്ടെന്ന് തോന്നേ.
ഞാൻ കാരണമുള്ള അച്ഛന് ഈ വേദനയും കൂടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ അമ്മ ആരാന്ന് അറിയാതിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ എവിടെയായാലും എങ്ങനെയാലും കഴിഞ്ഞു പോയനും. ഇപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. അതൊക്കെ ഓർത്ത് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ലാത്തൊരു വിഷമം. ഒടുവിൽ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. രേവതിക്കുട്ടിയെ വിളിച്ച് ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട്. എന്നാലും അനിലയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വീട്ടിലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അലീനയൊന്നും വിട്ടു പറയാനായിട്ട് കൂട്ടാക്കില്ല. താനിപ്പോൾ ഒന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം മരുവേണ്ണനോട് സത്യങ്ങളൊന്നും അച്ഛൻ പറയാത്തിടത്തോളം കാലം താനൊന്നും പറയണ്ട എന്നൊരു നിലപാടില്ലായിരുന്നു. പക്ഷേ മണിശങ്കറുടെ വീട്ടുകാരോട് എതിർപ്പായിരുന്നു. അലീനെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് അവർ ഓരോ തന്ത്രങ്ങളൊക്കെ മെനയുമ്പോൾ മനുഷ്യങ്ങൾ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ചർച്ചയ്ക്ക് പോയാലും ഒടുവിൽ ബാലേന്ദ്രൻ മിക്കവാറും ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടതായിട്ട് വരും രാജീവനോട്. എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അലീന. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ അവർ അറിഞ്ഞിരിക്കണമല്ലോ. താൻ മാത്രം ഈ ഭാരം ചുമന്നിട്ട് കാര്യമില്ലോ എന്നൊരു ചിന്ത ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെയാവുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.